എന്റെ മോൾ എന്ത് പഠിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, അവളുടെ കൂട്ടുകാരാര് കൂട്ടുകാരി ആര് എന്ന് പരിശോധിക്കേണ്ട, അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസ്തർഈഹി അല്ലാഹു റഇയതൻ യമൂതു യൗമ യമൂത് വഹുവ ഗാശുൻ ലിറഇയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായി, തന്റെ ഭരണീയരോടുള്ള, തന്റെ കീഴിലുള്ളവരോടുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ അയാൾ മരിച്ചുപോയാൽ, തന്റെ ഭരണീയരെ വഞ്ചിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവര് സ്വർഗം ലഭിക്കില്ല, സ്വർഗം ലഭിക്കില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ മക്കളെ നമുക്ക് സ്വസ്ഥതയിലും സമാധാനത്തിലും നമുക്കവരെ വളർത്താൻ കഴിയണം. എങ്കിലേ അവർ സമൂഹത്തിനും കുടുംബത്തിനും നമുക്കുമൊക്കെ ഉപകരിക്കുന്നവരാവൂ. അല്ലെങ്കിൽ അവർ ക്രിമിനലുകളാവും. ക്രിമിനലുകളാണ് ഇന്ന് സാമൂഹ്യ സ്വാസ്ഥ്യം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, സമൂഹത്തിന്റെ ഭദ്രത തകർത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും നിങ്ങൾ നോക്കൂ, ആതങ്കവാദികള്, തീവ്രവാദികള്, ഭീകരവാദികള്, അവരൊക്കെ എന്തുകൊണ്ടാ തെരുവിലലയുന്നവര് മതവുമായി ബന്ധപ്പെട്ടവരല്ല. ക്രിസ്ത്യാനികള്, ഹിന്ദുക്കള്, മുസ്ലിമീങ്ങള്, ജൈനമതക്കാര്, ബുദ്ധമതക്കാര്, സിഖുകാര് ഒക്കെ നിറഞ്ഞ ഒരു രാജ്യമാണല്ലോ, ഒരു ബഹുസ്വര സമൂഹമാണല്ലോ നമ്മുടേത്. തീവ്രവാദികളെ ഒരു മതത്തിന്റെ പേരിൽ ചുരുട്ടിക്കെട്ടാൻ നമുക്ക് കഴിയില്ല. അവർ ക്രിമിനലുകളാണ്. അത്തരം ക്രിമിനലുകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയണം. എങ്ങനെയാണ് അത്തരം ക്രിമിനലുകൾ ഉണ്ടാകുന്നത്? സമൂഹത്തിലെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരം ക്രിമിനലുകളെ ഉണ്ടാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവണമെങ്കിൽ ബന്ധങ്ങൾ ദൃഢതരമായി തീരേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങൾ ദൃഢതരമായി തീരേണ്ടതുണ്ട്. ബന്ധങ്ങൾ വെട്ടിമുറിക്കുന്ന ഒരു സമൂഹമായി കൂടെ ഇന്ന് ആളുകൾ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും എന്റെ വീടും വലിയൊരു മതിലും വലിയൊരു കൊട്ടാരവും, ഞാനും എന്റെ മക്കളും, ഞാനും എന്റെ ഭക്ഷണവും, ഞാനും എന്റെ കുട്ടിയും, ഇങ്ങനെയൊക്കെ ആളുകൾ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുക. ആളുകൾക്ക് പുറത്തു കിടക്കുന്ന ഒന്നും കാണാൻ ആഗ്രഹമില്ല. ഒരു ബഹളത്തിലും പങ്കുചേരാൻ, ഇത്തരം സദസ്സുകളിൽ പോലും വന്നിരിക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് അവരുടേതായ ഒരു ലോകം, ഒരു ടി വി, ഒരു സ്ക്രീൻ, ചില കരവിരുതുകൾ കാണിക്കുന്നു എന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാനില്ല. ചുരുങ്ങിയ ഇടങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിയുകയാണ്. ബന്ധങ്ങളെ അവർ മാനിക്കുന്നില്ല. ഇന്നിപ്പോ ഫോൺ വന്നതോടുകൂടി എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചാലായി എന്നല്ലാതെ കാണലോ സലാം പറയലോ ഒന്നുമില്ല. എന്നാൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീ നൽകി, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ബന്ധങ്ങൾ മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ബന്ധങ്ങൾ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ബന്ധങ്ങളെന്നുള്ളത് ഇസ്ലാമിൽ വളരെ പരിശുദ്ധമാണ് സഹോദരങ്ങളെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബന്ധങ്ങളെ നിങ്ങൾ പരിഗണിക്കണം. വിളക്കി ചേർക്കേണ്ട ബന്ധങ്ങൾ. എന്തിന്റെ പേരിലാണ് ഈ ബന്ധങ്ങളൊക്കെ നാം വെട്ടിമാറ്റുന്ന? ചെറിയ ഒരു അതിര് തർക്കത്തിന്റെ പേരിൽ, ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ പേരിൽ, കുട്ടിയുമായിട്ടുള്ള ഒരു കശപിശയുടെ പേരിൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യയും അവന്റെ ഭാര്യയും തമ്മിലുള്ള ഒരു വർത്തമാനത്തിന്റെ പേരിൽ ഒക്കെയാണ് ഈ പവിത്രമായ ബന്ധങ്ങൾ നാം വെട്ടിമുറിക്കുന്നത്. എന്നാൽ അത്തരം വെട്ടിമുറിക്കുന്നവരെ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ അയൽപക്കങ്ങളിലുള്ള, നമ്മുടെ ആശ്രിതര്, അവരെയൊക്കെ പരിഗണിക്കുകയും ആ ബന്ധങ്ങൾ ദൃഢതരമായി തീരുകയും ചെയ്യേണ്ടതുണ്ട്. ആർക്കും ഒന്നിനും സമയമില്ല, അല്ലേ? നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ, സ്വന്തം കുടുംബങ്ങളെ രോഗിയായി കിടന്നാൽ പോലും അവരെ ഒന്ന് സന്ദർശിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത്അമുൽ ജാഇ വഊദുൽ മരീദ വഫുക്കുൽ ആനി, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം നീക്കിക്കൊടുക്കുക. ഇതിലൊന്നും മതമോ അല്ലെങ്കിൽ അടയാളമോ നിറമോ പറയുന്നില്ല. അപ്പോ നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ അടുത്തവര്, അവരെയൊക്കെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് എത്രമേൽ ഭയാനകമായ കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അത്തരം കാഴ്ചകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ഒരു കർമ്മമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കെട്ടുറപ്പൊക്കെ ഉണ്ടാവാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ രോഗിയെ സന്ദർശിച്ചാൽ, മൻ ആദാ മരീളൻ ഔ സാറ അഖല്ലഹു ഫില്ലാഹ്,
നദാഹു മുനാദിൻ തിബ്ത വതാബ മംശാക് വതബവഅത മിനൽ ജന്നതി മൻസിലാ. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ രോഗിയായി കിടക്കുമ്പോൾ അവനെ സന്ദർശിച്ചാൽ വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, തിബ്ത വതാബ മംശാക്, എടോ നിന്റെ ഓരോ അടികളിലും നിനക്ക് ബറക്കത്തുണ്ട്, ഓരോ അടികളും നീ നന്മയിലേക്കാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. വതബവഅത മിനൽ ജന്നതി മൻസിലാ, നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ഇടം നീ സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വാനലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും. ആ വിളിച്ചു പറയലിൽ നാം ഉൾപ്പെടേണ്ടേ സഹോദരങ്ങളെ. നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്കുകൾ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവേണ്ടേ?